ഭൈരവ മീഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മീനം രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും കാണുക. അതായത് വ്യാഴത്തിൻ്റെതായ മാറ്റം മീനം രാശിക്കാർക്ക് എന്ത് വിധത്തിലുള്ള ഫലത്തെ പ്രദാനം ചെയ്യുമെന്നുള്ള ഒരു എത്തിനോട്ടമാണ്. വളരെയധികം നല്ല ഫലങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. 12 രാശിക്ക് ഈ വ്യാഴത്തിന്റെ മാറ്റം ഗുണം തന്നെയാണ്. അതായത് 12 വിധത്തിൽ ആണ് എന്ന് മാത്രം. എല്ലാവർക്കും തുല്യമായ ഒരു ഫലമായിരിക്കില്ല പ്രദാനം ചെയ്ത്. പലർക്കും പല രീതിയിലുള്ള ഫലം തന്നെയാണ്. ഇപ്പൊ മീനം രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത് ഏത് രീതിയിലാണ് എന്ന് നോക്കാം. ഏതൊക്കെ അവസ്ഥയിൽ എങ്ങനെയൊക്കെയുള്ള ഫലം നമുക്ക് കിട്ടുമെന്നും കൂടി നോക്കാം. മീനം രാശിക്കാർക്ക് ഈ വരുന്ന ജൂൺ 2-ാം തീയതി വ്യാഴം സഞ്ചാരം നടത്തുന്ന കർക്കിടകം രാശിയിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി പൂർണ്ണ ബലത്തോടുകൂടി വരുന്ന ഒരു സാഹചര്യം പലരും പല രീതിക്ക് ചോദിക്കുന്നുണ്ട്. അതായത് വ്യാഴം ഇന്നടത്ത് വന്നാൽ പ്രശ്നമല്ലേ? പക്ഷേ ഏത് രീതിയിൽ വരുന്നു എന്നുള്ളതാണ് വ്യാഴത്തിൻ്റെതായ പ്രശ്നം. അതായത് പൂർണ്ണമായ ബലത്തോടുകൂടി വന്നിരിക്കുന്നതാണ് കർക്കിടകം രാശി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് നല്ലൊരു ഫലം പ്രദാനം ചെയ്യും. പക്ഷെ എന്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത് വക്രഗതിയിൽ പോകുന്ന സമയത്തും നേർഗതിയിൽ സഞ്ചരിക്കുന്ന കാലത്തും രണ്ട് വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും നമുക്ക് വരിക. അതായത് നല്ല രീതിയിൽ ഇരിക്കുന്ന ജാതകക്കാർക്ക് നല്ല ഫലവും വക്രത്തിൽ ഇരിക്കുന്ന ജാതകക്കാർക്ക് അതിൻ്റെതായ ഫലവും ലഭിക്കും. വക്രഗതിയിലേക്ക് വരുന്ന സമയത്ത് വക്രം ജാതകം ഉള്ളവർക്ക് നല്ല ഫലം പ്രദാനം ചെയ്യും. നേർഗതിയിലുള്ള ആ ഒരു കാലത്തെ അതിൻ്റെതായ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ ഈ കാലഘട്ടം 3 മാസം കൂടുമ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു പ്രോസസ്സ് നക്ഷത്രങ്ങളിലേക്ക് മാറി മാറി സഞ്ചാരം നടത്തിക്കൊണ്ടേയിരിക്കും വ്യാഴം. അപ്പോൾ അതിന്റെ ഫലം നമ്മൾ എപ്പോഴും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഏതൊരു ഗ്രഹമാണെങ്കിലും ശരി 9 ഗ്രഹങ്ങളും ഇത്തരം പ്രോസസ്സിലേക്ക് വരുന്ന വേളയിൽ നമുക്ക് ആ ഒരു അവസ്ഥ ഫീൽ ചെയ്യുമെന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ബുധന്റെ കാര്യമായാലും ശനിയുടെ കാര്യമായാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അവർ സഞ്ചാരം നടത്തുന്ന നക്ഷത്രങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഫലമായിരിക്കും നമുക്ക് ലഭിക്കുക. ഇപ്പോൾ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശനീശ്വരൻ സഞ്ചാരം നടത്തുന്നത് അവരുടേതായ രാശിക്കുള്ളിൽ തന്നെയാണ്. അതായത് മീനം രാശിക്കുള്ളിൽ തന്നെ ജന്മ ശനിയായിട്ടാണ് അദ്ദേഹം സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ രാശിയുടെ 2-ാം ഭാവത്തിൽ ജൂൺ മാസത്തിലേക്ക് ആ 2-ാം തീയതി കണക്കിലെടുക്കുമ്പോൾ രാശിയുടെ 2-ാം ഭാവമായ മേടം രാശിയിലേക്ക് ചൊവ്വയും, അതുപോലെ 3-ാം ഭാവമായ ഇടവം രാശിയിലേക്ക് സൂര്യനും, 4-ാം ഭാവമായ മിഥുനം രാശിയിൽ വ്യാഴം ബുധനും സഞ്ചാരം നടത്തുന്ന ഒരു കാലമാണ്. 5-ാം ഭാവമായ കർക്കിടകം രാശിയിലാണ് വ്യാഴം മാറ്റത്തോടുകൂടി വന്നിരിക്കുന്നത്. അപ്പോൾ രാശിക്ക് 5-ാം ഇടം എന്ന് പറയുമ്പോൾ അത് പൂർവ്വപുണ്യ സ്ഥാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 6-ാം ഭാവത്വമായ ചിങ്ങം രാശിയിൽ കേതുവും, അതുപോലെ തന്നെ 9-ാം 11-ാം ഭാവമായിട്ട് രാഹുവും സഞ്ചാരം നടത്തുന്ന ഒരു കാലമായിട്ടായിരിക്കും ജൂൺ 2-ാം തീയതി നിലകൊള്ളുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വ്യാഴം മാറ്റം നല്ല ഫലമാണോ പ്രദാനം ചെയ്യുന്നത് എന്ന് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ വ്യാഴത്തിൻ്റെതായ ആ ഒരു റൂട്ടിലേക്ക് സഞ്ചരിക്കുന്ന വേളയിൽ വ്യാഴം കർക്കിടകം രാശിയിലാണ്. അപ്പോൾ കർക്കിടകം രാശിയിൽ നിന്നും ഇരിക്കുന്നിടത്ത് പരിപൂർണ ബലമാണ്. അതുപോലെ പരിപൂർണ ബലമുള്ള ഒരു ഗ്രഹം 5-ാം ഭാവത്തിലേക്ക്, അത് വൃശ്ചികം രാശിയിലേക്ക് ദൃഷ്ടി പതിയുന്നു. 7-ാം ഭാവമായിട്ട് മകരം രാശിയിലേക്ക് ദൃഷ്ടി പതിയുന്നു. 9-ാം ഭാവമായിട്ട് മീനം രാശിയിലേക്കും വ്യാഴത്തിന് ദൃഷ്ടി പതിയുന്നു. അപ്പോൾ നിങ്ങളുടെ ജന്മരാശിയിലേക്കാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനമായിട്ട് ദൃഷ്ടി പതിയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു ഭാഗ്യസ്ഥാനത്തിരിക്കുന്ന ഗ്രഹങ്ങൾ എന്തുണ്ടോ, ഏതൊക്കെ ഗ്രഹങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ നിലകൊള്ളുന്നോ ആ ഗ്രഹങ്ങൾക്കൊക്കെ പൂർണ്ണമായ ഒരു ആക്ടിവേഷൻ ആയിരിക്കും വരിക. അപ്പോൾ നീചമായ ഒരു ഗ്രഹമാണ് ആ ഭാവത്തിൽ, അതായത് ബുധൻ നീചമായി അവിടെ ഇരുന്നാൽ പോലും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുമ്പോൾ അത് ശുഭനായി മാറുമെന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയെങ്കിൽ അതുവരെ നിങ്ങൾക്ക് പാതകമായിരുന്ന എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ആക്ടിവേഷൻ മോഡിലേക്ക് വരും. അതായത് പറയുന്ന വാക്കുകൾക്ക് വിലയില്ലാത്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് വ്യാഴം ദൃഷ്ടി ഇല്ലാത്ത സമയത്ത് വന്നിരുന്നെങ്കിൽ വ്യാഴം ദൃഷ്ടി കൊടുക്കുന്ന വേളയിൽ ആ ഒരു സമയത്ത് നല്ല ഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുക. അതാണ് അതിന്റെ ദൃഷ്ടി ബലം എന്ന് പറയുന്നത്. ഇരിക്കുന്നിടം ബലമാണെങ്കിൽ നോക്കുന്നിടത്തും ബലം കൂടും, ഇരിക്കുന്നിടം ബലമില്ലെങ്കിൽ നോക്കുന്നിടത്തും ബലമില്ല. ഇപ്പോൾ മിഥുനം രാശിയിൽ വ്യാഴം സഞ്ചാരം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അത് തുലാം രാശിയിലേക്ക് ദൃഷ്ടി കൊടുത്തിരുന്നു എങ്കിൽ തന്നെയും ബലമില്ല. ഇപ്പോൾ 1, 5, 9, 7, 9 എന്നീ ഭാവങ്ങൾക്ക് യാതൊരുവിധ ബലവും ഇല്ല. ഗുണമില്ലാത്ത ഒരു വസ്തു ഒരിടത്ത് കൊണ്ട് വെച്ചിട്ട് അതവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം വിലയില്ലാത്തൊരു വസ്തുവല്ലേ. വ്യാഴത്തിന് ഒരു യാതൊരുവിധ പവറും ഇല്ലാതിരുന്ന ഒരു സമയമാണ് മിഥുനത്തിലിരുന്ന ആ ഒരു കാലഘട്ടം. കർക്കിടകത്തിലേക്ക് ഇരിക്കുമ്പോൾ അത് അത്യുന്നതമായ ഒരു നിലയ്ക്കാണ് വരുന്നത്. അപ്പോൾ വ്യാഴം 5-ാം ഭാവമായിട്ട് ദൃഷ്ടി പതിക്കുന്നത് വൃശ്ചികം രാശിയിലേക്കാണ്. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ രാശി കണക്കാക്കി എണ്ണി വരുന്ന വേളയിൽ രാശിയുടെ 9-ാം ഭാവമായിട്ടാണ് വരുന്നത്. അതായത് പൂർവ്വ പുണ്യ സ്ഥാനമായിട്ടാണ് അവിടെ വരുന്നത്.
അപ്പൊ പൂർവ്വപുണ്യ അതായത് നമ്മുടേതായ ഭാഗ്യസ്ഥാനത്തിലേക്ക് ഉള്ള ദൃഷ്ടി 100% അത് നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. അച്ഛൻ അപ്പുപ്പന്മാർ ചെയ്തു വെച്ച പാതകങ്ങളൊക്കെ തന്നെ നീങ്ങി അതുവഴിയുള്ള ദോഷങ്ങളൊക്കെ നീങ്ങി നമുക്ക് വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക. അതാണ് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ആ ഒരു 9ാം ഭാവത്തിലുള്ള ആ ഒരു ദൃഷ്ടി ഇപ്പോൾ കണക്കാക്കുന്ന വേളയിൽ ഇനിയുള്ള കാലം ശുഭം ആയിട്ടുള്ള ഒരു സമയം തന്നെയാണ്. 100% എന്ത് കാര്യങ്ങൾ ഇറങ്ങിയാൽ തന്നെയും അത് പരിപൂർണമായ വിജയത്തിലേക്ക് എത്തും. അതായത് കുടുംബ പ്രശ്നങ്ങളൊക്കെയും തീർന്നു കിട്ടും. ചൊവ്വ എന്ന് വെച്ചാൽ ഭാര്യയുടേതായ സ്ഥാനമൊക്കെ കണക്കാക്കപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ, കോർട്ട് കേസ്, വഴക്കുകൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ തന്നെ ഈ വരുന്ന 2026 ജൂൺ 27 ജൂണിനുള്ളിൽ നിങ്ങൾക്കൊരു മാറ്റം വരും. അതിനൊക്കെ തന്നെ തീർപ്പുണ്ടാകും. ഭൂമി സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിപൂർണമായിട്ടും അത് തീർന്നു കിട്ടും. അതുപോലെ തന്നെ ഗൃഹം മാറി താമസിക്കേണ്ട സാഹചര്യം വരും. അതായത് ഈ ഇപ്പോൾ താമസിക്കുന്ന വീട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് കാരണമായിട്ട് തോന്നുന്നതെങ്കിൽ അവിടെ നിന്ന് മാറി മറ്റൊരു വീട്ടിലേക്ക് മാറി പോകുന്ന ഒരു നല്ല ശുഭകരമായ ഒരു സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുകയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഈ ഭാവത്തിലേക്ക് ദൃഷ്ടി പതിയുമ്പോൾ നിങ്ങളുടേതായ പൂർവ്വ പുണ്യത്തിലെ നിങ്ങളുടേതായ കുടുംബത്തിൽ എന്തെങ്കിലും ആചാരങ്ങളൊക്കെ നടത്തി വന്നിരുന്ന അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി വന്നിരുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലുള്ള പരദേവതകൾക്കൊക്കെ ഒരു ആക്ടിവേഷനൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പരിപൂർണമായ ഒരു ഫലം ലഭിക്കും. ഇതുവരെ മറഞ്ഞിരുന്ന പല കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് ശുഭകരമല്ലാതെ നിങ്ങൾക്ക് ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നല്ല തീർപ്പുണ്ടാവും. പരദേവതകളുടേതായ ആശീർവാദങ്ങളൊക്കെ ഇപ്പോൾ തേടി വരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടേതായ ഈ മീനം രാശിക്കാരുടെ ജാതകത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്താനായിട്ട് ഏതെങ്കിലും ആസ്ട്രോളജറെ സമീപിച്ചു കഴിഞ്ഞാൽ 100% അതിനുള്ള പരിഹാരം ശുഭമായി തന്നെ ആ ജാതകത്തിൽ കാണിക്കുകയും അതിന്റെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ 9, 10, 11, 12 ഈ 12ാം ഇടത്തിലാണ് ഇപ്പോൾ രാഹു സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി അവിടെ ഉണ്ട് എങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും അവിടെ തന്നുകൊണ്ടിരുന്നത് ഇത്രയും കാലം. ഇനി അവിടെ വരുന്നതെന്ന് വെച്ചാൽ ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി വൃശ്ചികം രാശിയിലും മകരം രാശിയിലും പതിയുന്ന ഒരു സാഹചര്യം വരുന്ന വേളയിൽ നിങ്ങൾക്ക് ഈ ധനുരാശിയിൽ ഇരിക്കുന്ന ഗ്രഹം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇതുവരെ തന്നിട്ടുണ്ടെങ്കിൽ 100% അവിടെ ആ ഒരു ഗ്രഹത്തിൻ്റെതായ പ്രോസസ്സ്, അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറും. അതായത് പ്രശ്നബാധികമായിരുന്ന ആ ഒരു ഗ്രഹം നിങ്ങൾക്ക് അനുകൂലമായി വരും. കാരണം വൃശ്ചികത്തിനും മകരത്തിനും ഇടയ്ക്കാണ് ഈ ധനുരാശി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടിടത്തും 5ാം ഭാവമായിട്ട് വ്യാഴത്തിന്റെ ദൃഷ്ടി വൃശ്ചികത്തിനും 7ാം ഭാവമായിട്ട് മകരത്തിലും വരുമ്പോൾ ഇടയിലിരിക്കുന്ന 6ാം ഭാവം അത് നിങ്ങൾക്ക് ഗുണകരമായി മാറുമെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി 5ാം ഭാവമായിട്ട് പതിയുന്നത് നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനമായ 9ലുമാണ്. അതുപോലെ തന്നെ 7ാം ഭാവമായിട്ട് ഇവിടെ പതിയുന്നത് മകരം രാശിക്കുള്ളിലാണ്. അപ്പോൾ 11ാം ഭാവമായ ലാഭസ്ഥാനത്തേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നതാണ്. നിങ്ങളുടെ രാശിക്ക് 11ാം ഭാവമായിട്ട് വരുന്നത് മകരം രാശിയാണ്. ഇപ്പൊ ലാഭസ്ഥാനമാണ്. തൊഴിലിടങ്ങളിൽ നിങ്ങൾക്ക് 100% ഫലം എന്തായാലും ലഭിക്കും. ഇതുവരെ തൊഴിലിൽ ഉണ്ടായിരുന്ന മന്ദതയൊക്കെ മാറും. പല നല്ല ജോലിയൊക്കെ ചെയ്തിരുന്ന പലരും ഓട്ടോറിക്ഷയൊക്കെ എടുത്ത് ഓടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നല്ലൊരു ഫലം കിട്ടും. അതായത് എന്തൊക്കെ കാര്യങ്ങളിലെ തടസ്സം, അതായത് ഹയർ പ്രൊമോഷനൊക്കെയും ലഭിക്കുന്ന സാഹചര്യം, ശമ്പള വർധനൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് വന്നപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ 100% തീർന്നു കിട്ടുന്ന ഒരു കാലമായിട്ട് തന്നെയായിരിക്കും വ്യാഴത്തിന്റെ മാറ്റം വരുന്നത്. സ്വന്തം ജാതകത്തിലുള്ള ആ ഒരു ഗ്രഹങ്ങളുടേതായ പ്രഭാവം കൂടി നോക്കണമെന്നുള്ളതാണ് വാസ്തവം. എന്തായാലും വൃശ്ചികം രാശിക്കുള്ളിൽ നിങ്ങൾക്ക് ലഗ്നാൽ ഏത് ഗ്രഹമാണ് ഇരിക്കുന്നത് ആ ഗ്രഹത്തിൻ്റെതായ ഫലം എന്തായാലും, അതായത് പാതകമായിരിക്കുന്ന ഒരു ഗ്രഹമാണ് വൃശ്ചികം രാശിക്കുള്ളിൽ നിങ്ങൾക്ക് സ്ഥിതി ചെയ്യുന്നത്. നീചമായിട്ടോ പാതകമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്ത് രീതിയിൽ ഇരിക്കുന്ന ഒരു ഗ്രഹമാണെങ്കിലും ഇവിടെ 9ാം ഭാവമായി നിങ്ങൾക്ക് കണക്കിലെടുക്കുമ്പോൾ ആ ഗ്രഹം നിങ്ങൾക്ക് 100% നല്ല ഫലം പ്രദാനം ചെയ്യും. അതുപോലെ മകരം രാശിക്കുള്ളിൽ ഏതെങ്കിലും ഒരു ഗ്രഹം പാതകമായിട്ടോ നീചമായിട്ടോ ഇരുന്നാൽ പോലും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നതോടുകൂടി അത് ശുഭമായി മാറും. അത് നിങ്ങൾക്ക് 100% ഗുണം ചെയ്യും. അതുപോലെ നിങ്ങളുടെ ജന്മ രാശിക്കുള്ളിൽ, അതായത് മീനം രാശിക്കുള്ളിൽ നിൽക്കുന്ന, ഇപ്പോൾ നിലവിൽ ആ രാശിക്കുള്ളിൽ നിൽക്കുന്നത് ശനീശ്വരനാണ്. അപ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി അവിടെ നിങ്ങളുടെ ജന്മരാശിക്കുള്ളിൽ തന്നെ പതിയുന്നത് കൊണ്ട് 100% നിങ്ങൾക്ക് ആ രാശിക്കുള്ളിലെ ഗ്രഹം നന്മ ചെയ്യാം. അപ്പൊ ശനി നിങ്ങൾക്ക് എന്തായാലും തൊഴിൽപരമായ രീതിക്ക് നല്ല മുന്നേറ്റങ്ങളൊക്കെ തരും. പക്ഷേ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ 100% പ്രയോജനപ്പെടുത്തണം. അതായത് കിട്ടുന്നതൊക്കെയും ചിലവാക്കി തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ ശനീശ്വരൻ ഒരിക്കലും നമുക്ക് കൈതരില്ല. ശനി തരുന്നതൊന്നും തന്നെ നിരന്തരവുമല്ല. ശനീശ്വരൻ തരുന്ന വേളയിൽ നമ്മൾ സൂക്ഷിക്കാനുള്ള മനസ്സ് നമുക്ക് എന്തായാലും വേണം. ശനി തരുന്നത് എപ്പോഴും എല്ലാ ഗ്രഹങ്ങളും പറയുന്നത് നിനക്ക് ആവശ്യമുള്ളത് തരാമെന്നാണ്. അപ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിനക്ക് ആവശ്യമുള്ളത് തരാമെന്നാണല്ലോ ദൈവം പറഞ്ഞതെന്നാണ്.
അപ്പൊ നിനക്ക് ആവശ്യമുള്ളത് എന്ന് പറയുന്ന പോലെ നിനക്ക് ആവശ്യം ഉള്ളത് ഞാൻ നൽകാം എന്നാണ്. അതായത് നമുക്ക് ഇന്ന് എന്താണോ, ഈ ഒരു ദിവസം നമുക്ക് എന്താണോ വേണ്ടത്, അതിനായിട്ടുള്ള വഴി ഞാൻ തരാം. അതിലും ഓവർ തിങ്കിങ് ആയിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ധനം ദുർവിനിയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകളിലൂടെ കടന്ന് ധനം അമിതമായി ആഗ്രഹിക്കുകയോ ചെയ്താൽ അത് എന്നേക്കുമായി അത് നശിക്കുകയും ചെയ്യുമെന്നാണ് ശനീശ്വരൻ പറയുന്നത്. ബുധനും അതുപോലെ തന്നെയാണ്. നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തരാമെന്നാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്തോ അത് തരും. എല്ലാ ഗ്രഹങ്ങളും അത് തരും. ഇവിടെ ഈ കേതുവിൻ്റെതായ ഒരു മൈഗ്രേഷൻ, സർപ്പം നമുക്ക് എന്ത് കാര്യങ്ങളും ടോപ്പ് അപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ 12-ലിരിക്കുന്ന സർപ്പമാണെങ്കിലും ഇവിടെ 12-ാം ഭാവമായിട്ട് ഇവിടെ സർപ്പം നിലകൊള്ളുന്ന സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും മറയ്ക്കപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. രഹസ്യമായ ചില കാര്യങ്ങൾ ചെയ്യാനും രഹസ്യമായ പാപങ്ങൾ ചെയ്യാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ 12 ഇരുന്നുകൊണ്ട് നമ്മൾ അറിയാതെ തെറ്റുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മളെ തെറ്റുകളിലേക്ക് കൊണ്ട് ചിന്തിച്ചടിക്കുന്ന ഒരു സാഹചര്യം അവിടെ വരും. അപ്പോ കേതു എന്ത് ചെയ്യുമെന്ന് വെച്ചാല്, ഇവിടെ നമുക്ക് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും നടക്കാനായിട്ടാണ് പോകുന്നത്, കേതു അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാം. അതായത് ആഗ്രഹിക്കുന്ന കാര്യത്തിനെ തരികയുമില്ല, പ്രശ്നത്തിലേക്ക് ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്നത്. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ചിന്ത, അതായത് നമുക്കൊരു കാര്യം വേണമെങ്കിൽ വേണ്ട, എനിക്കത് വേണ്ട എന്ന ചിന്ത അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കേതു അത് തരികയും, നമുക്ക് വേണ്ടതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് കേതു എന്ന് പറയുന്നത്. കേതു ദശ നടക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ ഒരു കാര്യം നല്ലത് ചെയ്യാനായിട്ട് കേതു എന്തായാലും സപ്പോർട്ട് ചെയ്യില്ല. മറ്റൊരു ദേശത്ത് പോയി എന്തെങ്കിലും തൊഴിലോ കർമ്മങ്ങളോ ചെയ്യാനായിരുന്നാൽ അത് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുകയും അത് ഉയർന്ന ഒരു നിലയിലേക്ക് നമ്മളെ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. അപ്പോൾ പണം എന്ന ഒരു വസ്തു എപ്പോഴും സൂക്ഷിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. 27 നക്ഷത്രക്കാരും സൂക്ഷിക്കാൻ ബാധ്യതയുള്ളതാണ്. അവരവരുടേതായ നേട്ടങ്ങൾക്കാണ് എല്ലാ ദൈവങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. വിവാഹം നടക്കാതെ ഇരുന്നവർക്കൊക്കെ എന്തായാലും വിവാഹം നടക്കും. അച്ഛനമ്മമാരുമായിട്ട് പിണങ്ങിയൊക്കെ മറ്റ് സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ഇന്റർനാഷണൽ കൺട്രികളിലോ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അച്ഛനമ്മമാരുടെ പിണക്കമൊക്കെ മാറ്റി അവരൊക്കെ തന്നെ അച്ഛനമ്മമാർക്കൊപ്പം തിരിച്ചു വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും. അത്തരം ദേഷ്യങ്ങളൊക്കെ കടന്ന് വരും. അതുപോലെ വിവാഹം, അച്ഛനമ്മമാർ മക്കൾക്ക് വിവാഹമൊക്കെ ആലോചിച്ചിട്ട് അത് പ്രശ്നങ്ങളിലൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ 100% നിങ്ങൾക്കത് നടന്നു കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സ് വിഷമിപ്പിച്ച് കൊണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. ജാതകങ്ങളൊക്കെ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന അപ്പോയിന്റ്മെന്റ് ടൈമിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് കഴിയൂ. എല്ലാ ദിവസവും ജാതകങ്ങളൊന്നും പരിശോധിക്കുന്ന ഒരാളൊന്നുമല്ല. കിട്ടുന്നത് എന്താണോ അതിനനുസരിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നിരന്തരം ഒരു കാര്യങ്ങൾ ചെയ്യാറേ ഇല്ല. അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തതിനു ശേഷം വിദേശത്തുള്ളവർക്ക് അതിൻ്റെതായ സമയം ഞാൻ നൽകുന്നതാണ്. നിങ്ങളുടേതായ തൊഴിലും മറ്റുള്ള കാര്യങ്ങൾ കളഞ്ഞിട്ടൊന്നും ഈ ജാതക പരിശോധനയ്ക്ക് ഇരിക്കണം. നിങ്ങളുടേതായ സമയമായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരിക. ആ ഒരു ഡേറ്റ് വരെ ഒന്ന് കാത്തിരിക്കേണ്ടതായിട്ട് വരുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് അതിന്റെ പേയ്മെന്റ് ചെയ്യണം. എന്ത് കാര്യമാണെങ്കിലും ആ സമയത്ത് മാത്രം മതിയാകും. നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന വേളയിൽ ഈ പണമോ അല്ലെങ്കിൽ മറ്റുള്ള ഡേറ്റ് ഓഫ് ബർത്തോ ഒന്നും തരേണ്ടതില്ല. അപ്പോയിന്റ്മെന്റിന് വിളിക്കുന്ന സമയത്ത് മാത്രം എനിക്കത് തന്നാൽ മതിയാകും. ആ സമയത്ത് മാത്രമേ ഞാനത് വാങ്ങാറുള്ളൂ, ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് എല്ലാവരും തന്നെ എന്നെ ഫോണിൽ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയില്ല. മെസ്സേജ് അയക്കുക, കൺഫർമേഷൻ വാങ്ങുക. നമ്മുടെ സ്റ്റാഫ് അതിനായിട്ട് എപ്പോഴും റെഡിയാണ്. എല്ലാവരും ഒന്നുമില്ല, ആകെ ഒരാൾ മാത്രമേ സ്റ്റാഫായിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ രീതിക്ക് അദ്ദേഹം അതിൻ്റെതായ ഡയറിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്കുള്ള ടൈമൊക്കെ തരുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. മറുപടി ലഭിക്കുന്നതുവരെ കാത്തിരിക്കുക. കാരണം ഇവിടെ 2 വിധത്തിലുള്ള ജാതകത്തെ ആണ് പ്രോസസ് ചെയ്യുന്നത്. നിങ്ങളുടേതായ ജന്മജാതകം റീഡ് ചെയ്തതിനു ശേഷം എന്റേതായ ഒരു കൺസെപ്റ്റിലൂടെ ആ ജാതകത്തെ മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു വിധത്തിൽ ഞാൻ നിങ്ങൾക്കത് റീഡ് ചെയ്യും. അത് 100% നിങ്ങൾക്കത് വർക്കൗട്ട് ആവുകയും ചെയ്യും. അതുപോലെ ജാതകത്തിൽ പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഞാനത് നിങ്ങളോട് പരിഹാരം പറയുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനുള്ളിൽ എന്ത് രീതിയിലുള്ള പ്രാർത്ഥനകളെ കൺവേർട്ട് ചെയ്താലാണ് നിങ്ങൾക്ക് മാറ്റം കിട്ടുക എന്നും കൂടി ഞാനത് വ്യക്തമാക്കി തരും. അല്ലാതെ 10,000, 20,000, 50,000 ഒക്കെ ചിലവാക്കി പൂജകൾ ചെയ്യുന്ന പ്രോസസ്സൊന്നും അവിടെ ഞാൻ പറയില്ല. എവിടെയാണോ പിഴവ് കൃത്യമായിട്ട് കണ്ടെത്തി തരും. ആ സ്പോട്ടിൽ മാത്രം നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാത്ത രീതിക്ക് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം, ഞാൻ ആർക്കും ഒരു പൂജകളും നിർദ്ദേശിക്കാറില്ല. പിന്നെ ആജ്ഞകൾ എന്തെങ്കിലും ദൈവത്തിന്റെ ഉത്തരവോ എന്തെങ്കിലും ജാതകത്തിൽ പറയുന്നെങ്കിൽ മാത്രം ചൂണ്ടിക്കാണിച്ചു തരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതാത് ഇടങ്ങളിൽ ആ പൂജകളൊക്കെ ചെയ്താൽ മതിയാകും. എല്ലാവർക്കും ഒരു നല്ല കാലം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.